ചാപ്റ്റർ 4 വെക്കേഷൻ വിത്ത് മൈ നാനിമ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ആയിട്ടാണ് ഈ ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നതാണ്. ലെറ്റ്സ് ഡു സോൾവ് യൂസിങ് എ ഗിൻലഡി. ഗിൻലഡി ഉപയോഗിച്ചിട്ട് വേണം ഇവിടെ തന്നിരിക്കുന്ന ABCD ഈ 4 പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. 34 plus 6. 34 എങ്ങനെയാ ഗിൻലഡിയിൽ മാർക്ക് ചെയ്യാ? ഈ ഓറഞ്ച് കളർ 10 ആണ്, ഗ്രീൻ കളർ 10 ആണ്, പിന്നെ ഓറഞ്ച് 10 ആണ് അല്ലേ? അപ്പൊ 34 10 20 30 അത് കഴിഞ്ഞിട്ട് 1 2 3 4 ഇവിടെയാണ് 34. നെക്സ്റ്റ് പ്ലസ് 6 ആഡ് ചെയ്യണം. 1 2 3 4 5 6 ബീഡ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണോ എത്തുക ഇതാണ് നമ്മുടെ ആൻസർ. 36 plus 6 equal to ഇതാണ് ആൻസർ. അതെങ്ങനെ കിട്ടും? ഈസി ആണല്ലേ. അഗെയിൻ 10 20 30 40 ഗ്രീനിന്റെ എൻഡിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് എത്തിയിരിക്കുന്നത് 40യിലാണ്. സോ 34 plus 6 equal to 40. നെക്സ്റ്റ് 23 plus 12. 23 ഗിൻലഡിയിൽ മാർക്ക് ചെയ്യണം. അതിനുശേഷം അതിനോട് 12 ആഡ് ചെയ്യണം. 10 20 21 22 23 ഇവിടെയാണ് 23 പ്ലസ് 12 ആണല്ലേ. 12 1 2 3 4 5 6 7 ഇവിടെ 7 ബാക്കിയുണ്ട്. 7 plus 5 ആണ് 12. അപ്പോൾ 7 8 9 10 11 12 ഇതാണ് 12. ഈ ഇത്രയും പോർഷൻ ആണ് 12. 7 ഇവിടെ 5 ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 12 ആയി. 10 20 30 35 ഇവിടെ 5 ആണല്ലേ. അപ്പോൾ 35. 23 plus 12 equal to 35. Next problem 33 minus 5. ഇവിടെ നേരത്തെ രണ്ടും ആഡ് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരുന്നു. ഇനിയുള്ള രണ്ടെണ്ണം സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. നമ്മളടുത്ത് ഓൾറെഡി ഇത്രയും നമ്പർ ഉണ്ട്. അതിൽ നിന്നും കുറച്ചെണ്ണം മൈനസ് ചെയ്ത് കളയണം. 33 minus 5. 33 ഫസ്റ്റ് ഗിൻലഡിയിൽ മാർക്ക് ചെയ്യാം. 10 20 30 31 32 and 33 ഇതാണ് 33. നമ്മുടെ കയ്യിൽ 33 ബീഡ്സ് ഉണ്ട് അല്ലേ. ഇനി ഇതിൽ നിന്ന് 5 മൈനസ് ചെയ്യണം. 33യിൽ നിന്ന് 1 2 3 4 5 ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തും. 5 മൈനസ് ചെയ്യണം. അപ്പൊ ഫൈനൽ ആൻസർ എത്രയാണ്? 10 20 21 22 23 24 25 26 27 28. 5 എണ്ണം മൈനസ് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പൊ നമ്മള് ഇത്രയാണ് ബാക്കിയുള്ളത്. അപ്പോ 28. 33 minus 5 equal to 28. നെക്സ്റ്റ് പ്രോബ്ലം 42 minus 15. ഇപ്പൊ ചെയ്ത പോലെ തന്നെ 10 20 30 40 42 ഇത്രയും ബീഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് ആണ് ഇത്. ഇവിടെ നമുക്ക് 42 മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ടെണ്ണം കളയാം. ഈ രണ്ടെണ്ണം കളഞ്ഞു. പിന്നെ അടുത്ത 10 കളഞ്ഞു. ഇപ്പൊ എത്രയായി? 2 plus 10 12 പോയി. 12 പോയി കഴിഞ്ഞാൽ ഒരു 3 കൂടി കളയണം 15 പോവാൻ വേണ്ടി. അപ്പൊ ഇത്രയും 15 ഇതാണ് മൈനസ് 15. 15 എണ്ണം പോയി കളഞ്ഞു. ബാക്കി ഇവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. എത്രയാണത്? 10 20 21 22 23 24 25 26 27. Answer is equal to 27. 42 minus 15 is equal to 27. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഗിൻലഡിയിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കണം. അതിനുശേഷം ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ.
Next problem. A frog is jumping on the Ginladi. He is at 7. He wants to jump 10 beats at a time. Mark the beats that he will jump on and write the numbers. ഓരോ പ്രാവശ്യവും ഫ്രോഗ് 10 ബീഡ്സിലാണ് ചാടുക. എന്നിട്ട് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. ഇപ്പൊ ഫ്രോഗ് 7-ലാണുള്ളത്. ഇനി ഓരോ പ്രാവശ്യവും 10 ബീറ്റ്സ് വീതം ആഡ് ചെയ്യും. അതായത് 7-നോട് 10 വീതം ആഡ് ചെയ്ത് പോകുന്നതാണ് അതിന്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു നമ്പറിനോടും 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. ഇത് ഗിൻലടി ഇല്ലാതെയും എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ്. 7 + 10 = 17. 17 + 10 = 27. 27 + 10 = 37. എന്നാലും അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഗിൻലടി ഉപയോഗിക്കാം. 10 = 7 + 3. ഓൾറെഡി ഇവിടെ 7 ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു 3-ൽ ജമ്പ് ചെയ്യാം. ഇനിയോ 1 2 3 4 5 6 7. അടുത്ത 7-ലേക്ക് ജമ്പ് ചെയ്യാം. ഇത് 7 ആണ്, ഇത് 3 ആണ്. അപ്പോൾ all together from here the frog will reach here plus 10. എവിടെ എത്തിയിരിക്കുന്നത്? 10 പ്ലസ് ഇവിടെ ഈ ഒരു ഓറഞ്ച് കഴിഞ്ഞിട്ട് 7 ആണുള്ളത് നമുക്കൊക്കെ അറിയാം. സോ 10 + 7 = 17. രണ്ടാമത് എത്തിയിരിക്കുന്നത് എവിടെയാണ്? 17. ഇനിയും 3 + 7 അടുത്തതും 10 ആണ്. അതെവിടെ എത്തുക? അത് 20 + 7 27. Again 3 + 7 = 10. അപ്പൊ അടുത്ത 10-ൽ എത്തുമ്പോൾ എത്തുക 30 + 7 37. Again ഇവിടുന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് 47. 7-നോട് ഓരോ പ്രാവശ്യം 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 + 10 17, 17 + 10 27, 27 + 10 37, 37 + 10 47. Next problem. The frog again jumps forward by 10 each time. അടുത്ത ക്വസ്റ്റ്യനിലും ഫ്രോഗ് ജമ്പ് ചെയ്യുന്നത് 10 ബീഡ്സിലാണ്. മാർക്ക് ഓൾ ദ പ്ലേസസ് ദ ഫ്രോഗ് വിൽ ലാൻഡ്. 10 = 3 + 7 ആണല്ലേ. അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ 7 ആണ്, പിന്നെ 7 + 3 ആണ് 10. അപ്പൊ അഗൈൻ 1 2 3 ജമ്പ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഇത് എത്രയാ? 10 20 30 33. അതേപോലെ നെക്സ്റ്റ് അഗെയിൻ 1 2 3 ഇവിടെ 7 ഉണ്ട്, ഇവിടെ 1 2 3 7 + 3 = 10. അപ്പൊ നെക്സ്റ്റ് ജമ്പ് എത്തുന്നത് ഇവിടെയാണ്. ഇതെങ്ങനെയാ നോക്കുക? 10 20 30 40 43. ഇനി സ്വന്തമായിട്ട് നിങ്ങൾ ഓരോ ജമ്പ് എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക, അത് എഴുതുക. ഓക്കെ, ഈസിയാണ്. 23 33 43 അഗെയിൻ 53 63 73. The grasshopper jumps backward by 10 each time. ഇനി ഫ്രോഗ് പോയി ഈ ഗിൻലടിയുടെ മുകളിൽ ഇപ്പൊ ഉള്ളതൊരു ഗ്രാസ് ഹോപ്പർ ആണ്. ഗ്രാസ് ഹോപ്പറും 10 ബീഡ്സ് ആണ് ജമ്പ് ചെയ്യുക. പക്ഷെ മുന്നത്തെ പോലെയല്ല, ഗ്രാസ് ഹോപ്പർ ബാക്ക്വേർഡ്സ് ആണ് ജമ്പ് ചെയ്യുന്നത്. Mark all the beats that the grasshopper will jump on and write the numbers. Backward എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓൾറെഡി ഇപ്പോ ഗ്രാസ് ഹോപ്പർ ഇരിക്കുന്നത് 76-ലാണ്. 76-ൽ നിന്ന് ബാക്കോട്ട് ചാടണം. ഇനി 10 ബീറ്റ്സ് ബാക്കോട്ട് ചാടണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. ഇവിടെയാണ് എത്തുക. ഇപ്പോഴുള്ള ഒരു പോയിന്റിന്ന് ഇവിടെയാണ് എത്തുന്നത്. ഇതെവിടെയാ എത്തിയിരിക്കുന്നത്? -10. 10 20 30 40 50 60 61 62 63 64 65 and 66. Again 1 2 3 4 5 6 7 8 9 10. അടുത്ത 10-ലെത്തി. ഇവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇതെന്താണ്? 10 20 30 40 50
51, 52, 53, 54, 55, 56. അപ്പൊ എന്ത് പാറ്റേൺ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? 76ൽ നിന്ന് 10 മൈനസ് ചെയ്തപ്പോൾ 66 എത്തി. 66ൽ നിന്ന് 10 മൈനസ് ചെയ്തപ്പോൾ 56 എത്തി. ഇനി എന്താ വരിക? 56 മൈനസ് 10 ഈക്വൽ ടു 46. അഗൈൻ 36, പിന്നെ 26, പിന്നെ 16, പിന്നെ 6. അങ്ങനെ പോവല്ലേ? അപ്പൊ 10 ആഡ് ചെയ്യാനും 10 മൈനസ് ചെയ്യാനും വളരെ ഈസിയാണ്. അപ്പൊ ഇതൊക്കെ സ്വന്തമായിട്ട് ഗിൻലടിയിൽ മാർക്ക് ചെയ്ത് നോക്കാം. Some ants are carrying big leaves to their homes. They will eat these leaves in the rainy season. Nanima can tell how many ants are there without looking under the leaves. Can you also tell how many ants are there under the leaves? Fill the answers in the boxes provided. നാനിമ മുമ്പ് ഹാങ്കർ ചീഫ് ഉപയോഗിച്ചിട്ട് ഒരു മാജിക് ട്രിക്ക് കാണിച്ചിരുന്നല്ലേ? അതുപോലെ തന്നെ ഇവിടെ കുറെ ആൻസ് ഉണ്ട്. കുറച്ച് ആൻസ് മാത്രം ലീഫിന്റെ ഉള്ളിലാണുള്ളത്. ഈ ലീഫ് പൊക്കി നോക്കാതെ തന്നെ നാനിമയ്ക്ക് അതിന്റെ ഉള്ളിൽ എത്ര ആൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 1, 2, 3, 4 ഇവിടെയൊക്കെ ആൻസ് പുറത്താണുള്ളത് അല്ലേ? 4 കഴിഞ്ഞിട്ടുള്ള 5th ആൻഡിന് കാണാനില്ല. അതുപോലെ പിന്നെ കാണുന്നത് 26th മുതലുള്ള ആൻസിനെയാണ്. അപ്പൊ 25th ആൻഡ് എവിടെ? അതിനെയും കാണുന്നില്ല. അപ്പോ 5 മുതൽ 25 വരെയുള്ള ആൻസ് ആണ് ഈ ലീഫിന്റെ ഉള്ളിലുള്ളത്. ഏതൊക്കെയാണ്? 4 കഴിഞ്ഞിട്ടുള്ളതും 26ന് മുന്നേ ഉള്ളതുമായ എല്ലാ ആൻസും ലീഫിന്റെ ഇടയിലാണ്. ഇത് നമുക്ക് ഇതേപോലെ ഈ ഗിൻലടിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 1, 2, 3, 4 ഇത്രയും ആൻസ് ഓൾറെഡി വിസിബിൾ ആണ്. 4. ഇനി 26, 10, 20, 21, 22, 23, 24, 25 and 26. 4th ആൻഡും 26th ആൻഡും പുറത്തുണ്ട്. അപ്പൊ ഉള്ളിലുള്ള ആൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ 1, 2, 3, 4, 5, 6. ഈ ഒരു സെറ്റില് 6 ആൻസ് ഉണ്ട്. ഈ സെറ്റിലുള്ള 5 ആൻസ് ഉള്ളിലുണ്ട്. ഈ സെറ്റിലുള്ള 10 ആൻസും ഉള്ളിലുണ്ട്. അപ്പൊ ടോട്ടൽ 6 പ്ലസ് 10 പ്ലസ് 5 ഇത്രയും ആൻസ് ആണ് ലീഫിന്റെ ഉള്ളിലുള്ളത്. Which is equal to 10 plus 5, 15, 15 plus 5, 20, 20 plus 1 equal to 21. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? 6 equal to 5 plus 1 ആണല്ലേ? അപ്പോൾ അതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 6 plus 10 plus 5 equal to 21. അപ്പോൾ ഈ ലീഫിന്റെ ഇടയിൽ 21 ആൻസ് ഉണ്ട്. എത്രയായിരുന്നു? 21. ഇനിയും നമ്പർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആൻസ് ഒക്കെ വെളിയിലാണ്. ഇവിടെ 51, 52nd ആൻഡും പുറത്താണ് അല്ലേ? ഇവിടെ 52 എന്ന ആൻഡ് പുറത്താണ്. ഇനി ഇവിടെ 66 അതിന് മുമ്പിലുള്ള 65 ഈ ആൻഡും പുറത്തുണ്ട്. അപ്പൊ 65 എന്ന ആൻഡും പുറത്താണ്. അപ്പൊ ഇതിനിടയിൽ എത്ര ആൻസ് ഉണ്ടെന്ന് നോക്കിയാലോ? 10, 20, 30, 40, 50, 51 and 52. ഈ ഇത്രയും ആൻസ് പുറത്താണുള്ളത്. 10, 20, 30, 40, 50, 60, 61, 62, 63, 64, 65. 65. ഈ 65th ആൻഡും പുറത്താണ്. 52nd ആയിട്ടുള്ള ആൻഡും പുറത്താണ്. ഇതിന്റെ ഇടയിൽ എത്ര ബീഡ്സ് ഉണ്ടോ അത്രയും ആൻസ് ഈ ലീഫിന്റെ ഉള്ളിലുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. എത്രയാണ്? 12 ആൻസ്. 12 ആൻസ് ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇനിയും അടുത്തൊരു ലീഫും കൂടി ഉണ്ട് അല്ലേ? ഇവിടെ 72nd 72 നമ്പറിലുള്ള ആൻഡ് വെളിയിലാണ്. 84 ഈ നമ്പറിലുള്ള ആൻഡും വെളിയിലാണ്. അപ്പൊ ഉള്ളിലുള്ള ആൻസ് എത്രയായിരിക്കും? 72. ആദ്യം അത് മാർക്ക് ചെയ്യാം. 10, 20, 30, 40, 50, 60,
70 and 71, 72. 84. 10, 20, 30, 40, 50, 60, 70, 80, 81, 82, 83 and 84. 72. ഈ രണ്ട് ആൻഡും പുറത്താണ്. ഉള്ളിലുള്ള ആൻസർ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 ആൻസ് ആണ് ഉള്ളിലുള്ളത്. 11 hands. Fill in the table by jumping as instructed. ഇവിടെ 3 ടേബിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ട്. ഇവിടെ jump 5, jump 6, jump 9. അപ്പോൾ ആദ്യത്തെ കള്ളിയില് we have 34. 34ന് 5 ജമ്പ് ചെയ്തപ്പോ 39ലെത്തി. 34 plus 5 equal to 39. ഇനി 39 plus 5 എങ്ങനെ കാണും? നമുക്കൊരു ഗിൻലടി ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈസി ആവാൻ വേണ്ടി 34 മാർക്ക് ചെയ്യാം. 10, 20, 30, 31, 32, 33 and 34. നെക്സ്റ്റ് ഇവിടുന്ന് 5 ജമ്പ് ചെയ്യണം. അവിടെ 39 ആണ് എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. 1, 2, 3, 4, 5. 5 ആണ് ജമ്പ് ചെയ്യുന്നത്. ഇവിടെ എത്രയാ വരിക? യെസ്, നമുക്കറിയാം ഈ ഗ്രീൻ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 40യിലാണ് അല്ലെ? 10, 20, 30, 40. എന്നാൽ 40യിൽ നിന്ന് ഒരു ബീഡ് ഇല്ല. അപ്പൊ എത്രയായി? 39. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ ഈ സൈഡിൽ നിന്നും എണ്ണി നോക്കണം. ആൻസർ 39 ആണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടുന്ന് എഗെയിൻ ജമ്പ് ചെയ്യണം 5ലേക്ക്. എങ്ങനെ ജമ്പ് ചെയ്യും? 1, 2, 3, 4, 5. 39 plus 5 equal to 10, 20, 30, 40, 41, 42, 43 and 44. അപ്പൊ നിങ്ങളുടെ ആൻസർ ആണ് 44. ഇതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. 34 plus 10 എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാം അല്ലെ? എത്രയാണ്? 44. അപ്പൊ ഇവിടെ 2 പ്രാവശ്യം 5 ആണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. 5 plus 5 equal to 10 ആണ് അല്ലെ? അപ്പൊ 2 പ്രാവശ്യം 5 ജമ്പ് ചെയ്യുന്നതും ഒരു പ്രാവശ്യം 10 ജമ്പ് ചെയ്യുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം 5 ജമ്പ് ചെയ്ത് 39ലെത്തി, അടുത്ത പ്രാവശ്യം 5 ചെയ്ത് 44ലെത്തി. അതേപോലെയാണ് 34ൽ നിന്ന് 10 ഡയറക്റ്റ് ജമ്പ് ചെയ്ത് 44ലെത്താം. കണ്ടോ? 56ൽ നിന്ന് 2 5 അതായത് 10 ജമ്പ് ചെയ്തപ്പോൾ 66ലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മിഡിൽ എത്രയായിരിക്കും? 56 plus 5 equal to 10, 20, 30, 40, 50, 51, 52, 53, 54, 55 and 56. ഇപ്പോൾ ഉള്ളത് 56ലാണ്. ഇവിടുന്ന് 5 ജമ്പ് ചെയ്യണം. 1, 2, 3, 4, 5. ഇവിടെയാണ് 5. ഇതിന്റെ ആൻസർ എത്രയാ? കണ്ടോ? ഇതൊരു 10 ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? 10, 20, 30, 40, 50, 60, 61. എത്തിയിരിക്കുന്നത് 61ലാണ്. അപ്പൊ 56 plus 5 equal to 61. 61 plus 5 equal to 66. Third one, ഇവിടെ നിന്ന് ഒരു 5 ജമ്പ് ചെയ്തപ്പോൾ 82ലെത്തി. അവിടെ നിന്ന് വീണ്ടും ഒരു 5 ജമ്പ് ചെയ്തപ്പോൾ 87ലെത്തി. അപ്പൊ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്. കാരണം ഒരു 5ഉം പിന്നെ ഒരു 5ഉം ആഡ് ചെയ്താൽ 10 ആണ്. എവിടുന്ന് 10 ജമ്പ് ചെയ്താലാണ് 87ലെത്തുക? 77. ഇത് കറക്റ്റ് ആണോ? നമുക്ക് ഗിൻലടി ഉപയോഗിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഗിൻലടിയിൽ നമുക്ക് ആദ്യം 82 മാർക്ക് ചെയ്യാം. 10, 20, 30, 40, 50, 60, 70, 80, 81, 82. 82. ഇനി ഇത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? നമുക്ക് അവിടെ ബാക്കോട്ട് പോകണം അല്ലേ? 1, 2, 3, 4 and 5 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 10, 20, 30, 40,
50, 60, 70, 71, 72, 73, 74, 75, 76 and 77. നമ്മൾ പറഞ്ഞ ആൻസർ തന്നെയാണ് അല്ലേ? 77. നെക്സ്റ്റ് ജംപ് ബൈ 6. 28ൽ നിന്നും 6 ജംപ് ചെയ്തപ്പം 34ലെത്തി. ഇനി 34 ഒരു ജംപ് 6 ചെയ്താൽ എവിടെ എത്തും എന്നാണ് ചെയ്യേണ്ടത്. എങ്ങനെയാ ചെയ്യുക? ഫസ്റ്റ് 10, 20, 30, 34 ഗിൻലടിയിൽ മാർക്ക് ചെയ്യണം. പിന്നെ അവിടുന്ന് 1, 2, 3, 4, 5, 6 ജംപ് ചെയ്തിട്ട് എവിടെയാണ് എത്തുന്നത് എന്ന് നോക്കണം. അതെത്തിയിരിക്കുന്നത് വേറെ എവിടെയോ അല്ല, 40യിലാണ്. അപ്പോൾ 40. 34 plus 60 equal to 40. ഇതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഗിൻലടിയിൽ മാർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യണം. ആൻസർ നമുക്ക് ഇവിടെ കൊടുക്കാം, പക്ഷെ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്യണം. 59 plus 6 എത്രയാ വരിക? 59 plus 6 equal to 65. 65 plus 6 equal to 71. അതുപോലെ ഏതോ ഒരു പോയിന്റ് നിന്ന് 6 ജംപ് ചെയ്തപ്പം 67ലെത്തി. എവിടുന്നായിരിക്കും? 61, because 1 plus 6 ആണല്ലേ 7. അപ്പോ 61ൽ നിന്നും 6 ജംപ് ചെയ്തപ്പോ 67ലെത്തി. അവിടുന്ന് 6 ജംപ് ചെയ്തപ്പോ 73ലെത്തി. ഇനി ജംപ് 9. 29 plus 9, 38. 9 എന്ന് പറഞ്ഞാൽ 9 equal to 10 minus 1. അപ്പൊ 9 ആഡ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് ആണ് ഒരു നമ്പറിനോട് 10 ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും ഒരു നമ്പർ മൈനസ് ചെയ്യുക. 10 ആഡ് ചെയ്യാൻ ഈസിയാണ്, ഒരു നമ്പർ മൈനസ് ചെയ്യാനും ഈസിയാണ് അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 29 plus 10 എത്രയാ? 39. 39 minus 1 38. കണ്ടോ? ആൻസർ കറക്റ്റ് അല്ലേ? അടുത്തത് 38 plus 10 equal to 48. 48 minus 1 equal to 47. 47 plus 10 equal to 57. 57 minus 1 equal to 56. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ഗിൻലടി ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് 12. 12 plus 10 equal to 22. 22 minus 1 equal to 21. 21 plus 10 equal to 31. 31 minus 1 equal to 30. ഇനി ഇവിടെ ഈസിയാണ്. 30 plus 9 39 ആണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ 30 plus 10 equal to 40. 40 minus 1 equal to 39. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് ജംപ് ചെയ്ത് ഇവിടെ എത്തിയപ്പോ 84 ആയി. അപ്പൊ ഏതോ ഒരു നമ്പർ പ്ലസ് 10 മൈനസ് 1 ആണ് 84. ഇവിടെ എങ്ങനെയാണ് ചെയ്യുക? ഗിൻലടി എടുക്കുക, 84 മാർക്ക് ചെയ്യുക, ബാക്കോട്ട് 9 പോവുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആണ് 75. ഇവിടുത്തെ ആൻസർ ആണ് 66. ഇത് കറക്റ്റ് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഈസി ആണല്ലേ? 75 plus 10 85. 85 minus 1 equal to 84. 66. 66 plus 10 76. 76 minus 1 equal to 75. Let's play a grid game. Each player takes turn rolling 2 dice to make a 2-digit number and moves the counter by number they have made. They can choose to move forward or backward. The first to reach a number between 91 and 100 is the winner. ഇതെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. ഇതിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് 2 ഡൈസ് എടുക്കണം. ഒരു 2-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 12 ആണ് ഒരു നമ്പർ. ഈ നമ്പറിലെ ഓരോ നമ്പേഴ്സിനെയുമാണ് ഓരോ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഈ നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 and 2. So this is a 2-digit number. For number 7, how many digits are there? Only 1 digit, right? So this is a 1-digit number. Instead, if you have 100, imagine you have 100. Then how many digits are there? 1, 2, 3. So this is a 3-digit number. ഇവിടെ 2 ഡൈസ് എടുക്കണം. എന്നിട്ടോ ആദ്യത്തെ ഡൈസിൽ 1, രണ്ടാമത്തെ ഡൈസിൽ 2 ആണ് കിട്ടിയത്. എന്നാൽ 1 ഇവിടെ 2. അപ്പൊ നിങ്ങളുടെ നമ്പർ എത്രയാണ്? 12. ഈ 12 ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഫോർവേഡ് പോവാം, മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് പോവാം, ബാക്കിലേക്ക് പോവാം. എന്നിട്ട് ആരാണോ ആദ്യം 91ന്റെയും
100ന്റെയും ഇടയിലുള്ള ഈ നമ്പേഴ്സിൽ എത്തുന്നത് അവരായിരിക്കും വിന്നർ. ഈ പ്രോബ്ലംസ് എങ്ങനെയാ ചെയ്യാന്ന് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. നന്ദിനി ഈസ് അറ്റ് 23. ഈ ഒരു എക്സാമ്പിളില് നന്ദിനി 23യിലാണ്. She has got 11 on the dice as number. She thinks of 2 ways of moving to 34. 23നോട് 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 34 ആണ് കിട്ടുക. 23യിൽ നിന്ന് 34ലേക്ക് പോകാൻ 2 വേ ആണ് നന്ദിനി ആലോചിക്കുന്നത്. എന്തൊക്കെയാണ്? 11 ഈക്വൽ ടു 11 എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 11 ഈക്വൽ ടു 10 plus 1. ഫസ്റ്റ് 23യിലാണ് നന്ദിനി ഉള്ളത്. ആദ്യമായി നന്ദിനി 10 ജമ്പ് ചെയ്യും. 23യിൽ നിന്ന് 10 ജമ്പ് ചെയ്യുമ്പോൾ എവിടെ എത്തും? 33. അതിനുശേഷം പ്ലസ് 1 ആഡ് ചെയ്യും. അപ്പൊ 33യിൽ നിന്ന് 34 എത്തും. ഇനി രണ്ടാമത്തെ മെത്തേഡില് ആദ്യമായി 10 അല്ല, അതിന് പകരം 1 ആണ് ആഡ് ചെയ്യുന്നത്. ഏത് വേണമെങ്കിലും ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 11 ആവണമെന്നേ ഉള്ളൂ. അത് 10 പ്ലസ് 1 വേണമെങ്കിലും ചെയ്യാം, 1 പ്ലസ് 10 വേണമെങ്കിലും ചെയ്യാം. ഇവിടെ 23 പ്ലസ് 1 എത്രയാണ്? 24 ആണ്. 24 പ്ലസ് 10ഓ 34 ആണ്. ഫൈനലി രണ്ടും ഒരേ നമ്പറിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ചിരാഗ് is at 19. He gets 54 on the dice. ചിരാഗിന്റെ ഒരു ഡൈസിൽ 5ഉം ഒരു ഡൈസിൽ 4ഉം ആണ്. ഇപ്പൊ ചിരാഗ് ഇരിക്കുന്നത് 19ലാണ്. അപ്പൊ 19നോട് 54 ആണ് ആഡ് ചെയ്യേണ്ടത്. ഹെൽപ്പ് ഹിം മൂവ് ഹിസ് കൗണ്ടർ ടു കറക്റ്റ് നമ്പർ. ഇവിടെ നമ്മൾ കറക്റ്റ് എവിടെയാണ് ചിരാഗ് എത്താൻ പോകുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 54 ഫസ്റ്റ് തന്നെ 54നെ നമുക്ക് 50 പ്ലസ് 4 എന്ന് എഴുതാം. അതിനുശേഷം 50യെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. 50യെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10. 50 എന്ന് പറഞ്ഞാൽ 10 plus 10 20, 20 plus 10 30, 30 plus 10 40, 40 plus 10 50. ഇനി ഇതിനോട് 4 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം 10s പിന്നെ 4, അല്ലെങ്കിൽ ആദ്യം 4s പിന്നെ 10, ഇതിലേത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കേസിൽ 19 ആണുള്ളത്. 19നോട് ഫസ്റ്റ് ആദ്യത്തെ 10 ആഡ് ചെയ്താൽ എത്ര എത്തും? 29 എത്തും അല്ലേ? പിന്നത്തെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തും? 39 എത്തും. പിന്നത്തെ 10 ആഡ് ചെയ്താലോ 49 എത്തും. ഇനിയും 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 59ലെത്തും. ഇനിയും 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 69ലെത്തും. ഇപ്പൊ 5 10 വീതം ആഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 1 2 3 4 5. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 4 ആണ്. ഇനി ഒരു 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലെത്തും. 69 പ്ലസ് 4 ഈക്വൽ ടു 73. ഫൈനൽ എത്താൻ പോകുന്നത് 73യിലാണ്. ഇനി മറ്റു വേലായിരുന്നെങ്കിലോ 19നോട് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുന്നത് 4 ആണ്. 19 പ്ലസ് 4 ഈക്വൽ ടു 23. ഇനി 23നോട് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 33, 33യോട് 10 ആഡ് കഴിഞ്ഞാൽ 43, 43യോട് 10 ആഡ് കഴിഞ്ഞാൽ 53, 53യോട് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 63, 63യോട് ലാസ്റ്റ് 10ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 73. അഗെയിൻ സെയിം നമ്പറിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നന്ദിനി ചിരാഗും ഏതൊക്കെ പോയിന്റിലെത്തി, അവിടുന്ന് ഏതൊക്കെ പോയിന്റിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. യൂസ് ദ നമ്പർ ഗ്രിഡ് ടു ആൻസർ ദ ഫോളോയിങ്. ഷോ യുവർ തിങ്കിങ് ബൈ ഡ്രോയിങ് ആരോസ് ഇൻ ദ ഗ്രിഡ്. ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇപ്പൊ ചെയ്യുന്നത്. നന്ദിനി ഈസ് അറ്റ് 45. ഷീ ഗെറ്റ്സ് 34. ഷീ വിൽ ലാൻഡ് ഓൺ. ഷീ ഈസ് അറ്റ് 45. 34നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 പ്ലസ് 10 പ്ലസ് 10 ആണ് 30 പ്ലസ് 4. ഇതാണ് 34. 45നെ ആദ്യം ഇതിൽ നമുക്ക് 10s ആഡ് ചെയ്യാം. 45 പ്ലസ് 5 ഒരു 10, ഇവിടുന്ന് അടുത്ത 10, ഇവിടുന്ന് അടുത്ത 10.
എവിടെ എത്തിയിരിക്കുന്നത് 45 പ്ലസ് 10 55 55 പ്ലസ് 10 65 65 പ്ലസ് 10 75. ഇനി നമുക്കൊരു 4ഉം കൂടെ ആഡ് ചെയ്യാനുണ്ട് അല്ലേ 76 77 78 and 79 1 2 3 4 എത്തിയിരിക്കുന്നത് 79ലാണ്. ഇനി രണ്ടാമത്തെ വേല് നോക്കിയാലോ ആദ്യം 4 ആഡ് ചെയ്യാം പിന്നെ 10s ആഡ് ചെയ്യാം 45 45നോട് 1 2 3 4 എത്തിയിരിക്കുന്നത് 49ലാണ്. ഇനി 49നോട് ഒരു 10 ആഡ് ചെയ്യാം അഗെയിൻ 10 അഗെയിൻ 10 30 ആയി അല്ലേ 10 20 30 അപ്പോഴും എത്തിയിരിക്കുന്നത് എവിടെയാണ് സോ ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ആൻസർ ആണ് ഷീ വിൽ ലാൻഡ് ഓൺ 79. സെക്കൻഡ് പ്രോബ്ലം ചിരാഗ് is at 75. ചിരാഗ് എവിടെയാണ് 75ലാണ്. He gets 56. 56 equal to 50 plus 6 ആണ്. 50 എന്ന് പറഞ്ഞാൽ 5 tens ആണ്. 10 plus 10 plus 10 plus 10 plus 10. 50 plus 6 ആണ് 56. 75നോട് നമുക്ക് 5 10 ആഡ് ചെയ്യാൻ ഇവിടെ പറ്റില്ല 10 ഇവിടെ ആഡ് ചെയ്യാം ഒരു 10 ആഡ് ചെയ്യാം 20 ആഡ് ചെയ്യുമ്പോഴേക്കും 95ൽ എത്തിപ്പോവും ഈ ഫുൾ നമ്പേഴ്സും ആഡ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ബാക്ക്വേർഡ് പോയേ പറ്റുള്ളൂ അപ്പൊ 75ൽ നിന്ന് ബാക്ക്വേർഡ് ആണ് ഈ പ്രോബ്ലത്തിൽ പോകുന്നത് അപ്പോൾ ഒരു 10 ബാക്ക്വേർഡ് പോയി അടുത്ത 10 പോയി അടുത്ത 10 പോയി അടുത്ത 10 പോയി അടുത്ത 10 പോയി 5 10s ഓൾറെഡി എത്തി നമ്മൾ എത്തിയിരിക്കുന്നത് 25ലാണ് എവിടെ എത്തിയിരിക്കുന്നത് 25ലാണല്ലേ ഇനി ഇവിടുന്ന് എത്ര ബാക്ക്വേർഡ് പോകേണ്ടത് 6 അതായത് 1 2 3 4 മൈനസ് ചെയ്തപ്പോഴേക്ക് നമ്മൾ 21ൽ എത്തി 21ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 20 പിന്നെ 20ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 19 അപ്പോൾ 50 പ്ലസ് 6 50 ഇവിടെ മൈനസ് ചെയ്തു 6 ഇങ്ങനെയും മൈനസ് ചെയ്തു അപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ് 19ലാണ് ഇനി ആദ്യം 6 മൈനസ് ചെയ്ത് നോക്കിയാലോ 75ൽ നിന്ന് 1 2 3 4 ഇനി 71 മൈനസ് 1 ഈക്വൽ ടു 70 അഗെയിൻ 1 അപ്പൊ 1 2 3 4 5 6 6 ones ആദ്യം തന്നെ മൈനസ് ചെയ്തു അപ്പൊ നമ്മൾ 69ലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി എത്ര ടെൻസ് കുറയ്ക്കണം 5 ടെൻസ് അല്ലേ ഒരു 10 രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 നാലാമത്തെ 10 അഞ്ചാമത്തെ 10 എത്തിയിരിക്കുന്നത് എവിടെയാണ് സേ 19 അപ്പോ ചിരാഗ് ലാൻഡ് ഓൺ 19 നന്ദിനി is at 30 ഈ പ്രാവശ്യം നന്ദിനി 30ലാണ് ഷീ ഗെറ്റ് 66 ഷീ വിൽ ലാൻഡ് ഓൺ ഇപ്പൊ നന്ദിനി എവിടെയാണുള്ളത് 30ലാണ് നന്ദിനിക്ക് കിട്ടിയത് 66 ആണ് 66 ഈക്വൽ ടു 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 60 പ്ലസ് 6 ഈക്വൽ ടു 66 ആദ്യം 10s ആഡ് ചെയ്ത് നോക്കാം 30ക്ക് ഒരു 10 രണ്ട് 10 മൂന്ന് 10 നാല് 10 അഞ്ച് 10 ആറ് 10 1 10 2 10 3 10 4 10 5 10 6 അപ്പൊ 60 ആയി അപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ് 90ലാണ് ഇനി 90 പ്ലസ് 6 അപ്പൊ 90 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 91 ആണ് കേട്ടോ ഈ കോളം ഇങ്ങനെ കൊടുത്തുകൊണ്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് അപ്പൊ 90 പ്ലസ് 1 നമുക്ക് ഇവിടെ മുതൽ ആഡ് ചെയ്യാം 90 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എവിടെ എത്തിയിരിക്കുന്നത് 90 പ്ലസ് 6 ഈക്വൽ ടു 96 ഇനി രണ്ടാമത്തെ വേല് ചെയ്താലോ 13നോട് നമുക്ക് 6 ആഡ് ചെയ്യണം 31 നേരത്തെ പറഞ്ഞ പോലെ 30 പ്ലസ് 1 ഈക്വൽ ടു 31 ആണ് 31 32 33 34 35 and 36 6 ആഡ് ചെയ്ത് അപ്പൊ 36ലെത്തി ഇനി ഇവിടുന്ന് 110 210 310 410 510 and 610 അപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ് 96 അടുത്ത പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രമേ ഇവിടെ നോക്കാൻ പാടുള്ളൂ ഈ പ്രാവശ്യം ചിരാഗ് is at 89 he gets 63
89 എത്തിക്കഴിഞ്ഞാൽ 66 is a big number. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് പോകാൻ എന്തായാലും പറ്റില്ല. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ബാക്ക്വേർഡ് പോയേ പറ്റുള്ളൂ. അപ്പൊ 89 നിന്ന് 63 ആണ് ബാക്ക്വേർഡ് പോകേണ്ടത്. 63 equal to 610 plus 3. ആദ്യം ടെൻസ് ബാക്കോട്ട് പോവാം. 89 ഒരു 10, 2 10, 3 10, 4 10, 5 10, 6 10. 6 ടെൻസ് ബാക്കോട്ട് വന്നു. എവിടെയാ ലാൻഡ് ചെയ്തിരിക്കുന്നത്? 29ലാണ്. ഇനി 3യും കൂടി ബാക്കോട്ട് പോകണം. ഇത് +3 അല്ലേ, മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കരുത്. മൊത്തമായിട്ട് 63 നമ്മൾ ബാക്ക്വേർഡ് ആണ് പോകുന്നത്. 60 ബാക്ക്വേർഡ് എത്തി, ഇനി 3യും കൂടി ബാക്ക്വേർഡ് പോകണം. അപ്പൊ 29, 28, 27 and 26. 26ലാണ് എത്തിയിരിക്കുന്നത്. ഇനി ആദ്യം 3 ബാക്കോട്ട് പോയാലോ? 89ൽ നിന്ന് 88, 87 and 86. അതിനുശേഷം 6 ടെൻസ് 1, 2, 3, 4, 5, 6. അപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ്? 26. 26. ഈ ഗെയിമിൽ നന്ദിനി ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവുക അല്ലേ? ബിക്കോസ് നന്ദിനി എവിടെ എത്തി? 96ൽ എത്തിയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ആദ്യം ആരാണോ 91ന്റെയും 100ന്റെയും ഇടയിൽ എത്തുന്നത് അവരാണ് വിന്നർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് ലോങ് ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.